അല്ല ഗൈസ്, ഞാനൊന്ന് അറിയാണ്ട് എൻ്റെ വീട്ടിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന്. അച്ഛൻ പറഞ്ഞു, മോളെ ഒന്നുകൂടെ പേടിക്കേണ്ട, അച്ഛനുണ്ട് കൂടെ, ഡോൺ വെറി എന്ന് പറഞ്ഞു. രാത്രി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, മോളെ രാവിലെ മോക്കൊരു സർപ്രൈസ് ഉണ്ട്. ചിലപ്പോൾ മോക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് അച്ഛന് വേണ്ടി മോളത് സ്വീകരിക്കുമെന്ന്. നാളെ അമ്പലത്തിൽ നിന്ന് ഒരു ചരട് പൂജിച്ചു കൊണ്ടുവരും, അത് കൈ കെട്ടണം. ഒരു എത്തിഷ്ടായ എൻ്റെ അടുത്ത് പറയാ ചരട് കെട്ടണമെന്ന്. ഞാൻ പറഞ്ഞു നോ, നോ മീൻസ് നോ. എന്നിട്ട് അച്ഛൻ പിറ്റേന്ന് ചരടൊക്കെ പൂജിച്ചു കൊണ്ടുവന്ന്. എന്നിട്ട് പുലർച്ചയ്ക്ക് അച്ഛനും അമ്മയും കൂടെ ബലമായിട്ട് എൻ്റെ കയ്യിൽ ചരട് കെട്ടിത്തന്നു ഗൈസ്. ചരട് ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് പൂജാരീൻ്റെ അടുത്ത് ചരടൊക്കെ പൂജിച്ച് കൊണ്ടുവന്ന് കെട്ടി. എന്നിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ലാസ്റ്റ്. അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത് കെട്ടി നടക്കണം. അവിടെ ഞാൻ തകർന്നു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ കെട്ടാൻ പറ്റൂല, കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ എത്തിസ്റ്റാണെന്ന് പറഞ്ഞ് നടന്നിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആരും കാണാത്തതാ ഇവിടെ കെട്ടിക്കോളാൻ. എത്തിസ്റ്റായിട്ടുള്ള ഞാൻ ഈ ദൈവത്തിലൊക്കെ വിശ്വസിച്ച് ഇതൊക്കെ കെട്ടി നടന്ന എൻ്റെ ഓർമ്മൂലേ. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്രഷനോ അങ്ങനത്തെ എന്തെങ്കിലും ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഒരു കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക. അല്ലാണ്ട് വീട്ടിൽ ചെന്നിട്ട് ഭക്തരായിട്ടുള്ള പാരൻസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചരടൊക്കെ കെട്ടി നടക്കേണ്ടി വരും ഗൈസ്. പ്രത്യേകിച്ച് നിങ്ങൾ എത്തിസ്റ്റ് ആണെങ്കിൽ, വീട്ടുകാരുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ ബുദ്ധി. പാവം, ഞാൻ അങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. യെസ് ഗൈസ്, ഞാൻ ഓക്കെ ആയി.